മുയലിൻ്റെ കൗശലം. ത്തിനടുത്ത് ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. അവൻ ദിവസവും സന്ധ്യ കഴിഞ്ഞ് നാട്ടിലിറങ്ങും. വീടുകളുടെ അടുത്തുകൂടി ആരും കാണാതെ കറങ്ങി നടക്കും. കൂട്ടിൽ കയറാതെ നിൽക്കുന്ന കോഴിയെ കണ്ടാൽ ചാടി പിടിച്ചുകൊണ്ട് കടന്നു കളയും. ആരെങ്കിലും കോഴിക്കോട് അടയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു കോഴി അവൻ അത്താഴമായത് തന്നെ. നാട്ടുകാർക്ക് അവനൊരു ശല്യമായി തീർന്നിരുന്നു. പലരും അവനെ കുരുക്കിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ കുറുക്കൻ ഇര തേടി ഇറങ്ങി. നല്ല നിലാവ് പരന്നിരുന്നു. നിഴലുകളിൽ കൂടിയും വെളിച്ചം വീഴാത്ത വഴിയിൽ കൂടിയും അവൻ ഒളിച്ചും പാത്തും നടന്നു. അർദ്ധരാത്രി വരെ അലഞ്ഞിട്ടും അഷ്ടിക്കൊന്നും കിട്ടിയില്ല. അവൻ ക്ഷീണിച്ചു. വിശപ്പുകൊണ്ട് ഒരടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ വന്നു. എന്ത് ചെയ്യേണ്ടു എന്ന് ചിന്തിച്ച് ഒരു പൂവയിൽ താണിരുന്നു. അപ്പോൾ അല്പം അകലെ ഒരു ശബ്ദം കേട്ടു. അവൻ ശ്രദ്ധിച്ചു. ഒരു മുയൽ മരച്ചീനിയുടെ ചുവട് മാന്തുകയാണ്. കുറുക്കൻ എഴുന്നേറ്റ് സാവധാനത്തിൽ മുയലിൻ്റെ പിറകിൽ ചെന്നു. ഒരു കുതിപ്പിന് അവൻ്റെ ചെവിയിൽ പിടികൂടി. മുയൽ പരിഭ്രമിച്ചുപോയി. എങ്കിലും അല്പം കഴിഞ്ഞ് മുഖത്ത് സന്തോഷം വരുത്തിക്കൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ കുറച്ച് വെണ്ണ തിന്നാൻ ഇറങ്ങിയതാ. എന്തൊരു കൊതി! പോയി നോക്കിയിട്ട് 5-6 പേർക്ക് തിന്നാനുള്ളതുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിന് മരച്ചീനിയുടെ മൂട് തുറക്കുന്നത് എന്തിന്? കുറുക്കൻ ചോദിച്ചു. അതുകൊള്ളാം, വെറുതെ ഇരുന്നപ്പോൾ ഒരു തമാശ. തന്നെയുമല്ല, വെണ്ണ ഇന്നങ്ങൾ തീരൂ. നാളത്തേക്ക് വല്ലതും വേണ്ടേ? മുയൽ ചോദിച്ചു. അപ്പോൾ നീ നാളെ മരച്ചീനി തിന്നാനിരിക്കുക അല്ലേ? കുറുക്കൻ ചോദിച്ചു. പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നു. ചേട്ടൻ എന്നെ പിടിച്ചിരിക്കുകയല്ലേ? കൊന്നലുമായി തിന്നലുമായി മുയൽ സങ്കടത്തോടെ പറഞ്ഞു. ഇന്നെനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. നന്നായി വിശക്കുന്നു. നിന്റെ പാല് പോലുള്ള മാംസം ദൈവം എനിക്ക് കാണിച്ചു തന്നതാ. കുറുക്കൻ പിടി ഒന്നും കൂടി ബലപ്പെടുത്തി. ചേട്ടാ, ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വെണ്ണ തിന്നാൻ വലിയ കൊതിയാണ്. കുറച്ച് വെണ്ണ തിന്നു കഴിഞ്ഞ് ചേട്ടൻ എന്നെ തിന്നുകൊള്ളണം. എനിക്ക് സമ്മതമാ. എൻ്റെ ചെവിക്ക് പിടിവിടണ്ട, മുയൽ അറിയിച്ചു. വെണ്ണ എവിടെയാ? ചേട്ടൻ വാ, ഞാൻ കാണിച്ചു തരാം. മുയൽ കുറുക്കനെയും കൊണ്ട് ആ വീട്ടിലെ കിണറ്റിൻ്റെ കരയിൽ ചെന്നു. അവിടെ വലിയ ഒരു കയറിൻ്റെ 2 അറ്റത്തും തൊട്ടി കെട്ടി കപ്പിൽ തൂക്കിയിരിക്കുന്നു. മുയൽ കുറുക്കനോട് കിണറ്റിലേക്ക് നോക്കുവാൻ പറഞ്ഞു. കുറുക്കൻ എത്തി നോക്കി. ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ്റെ പ്രതിബിംബം കിണറ്റിൽ കണ്ടു. അത് വെണ്ണയാണെന്ന് തെറ്റിദ്ധരിച്ച കുറുക്കൻ ആർത്തിയോട് ചോദിച്ചു, ചെങ്ങാതി, ഈ വെണ്ണ എടുക്കാൻ എങ്ങനെ കിണറ്റിലിറങ്ങും? അതിനുള്ളോ പ്രയാസം? ഈ ചേട്ടൻ എൻ്റെ ചെവിയിൽ നിന്ന് വിട്ടേ, ഞാൻ കാണിച്ചു തരാം. ഒരു ബക്കറ്റിൽ കയറി ഞാൻ ആദ്യം കിണറ്റിലിറങ്ങാം. പിറകെ അടുത്തതിൽ കയറി ചേട്ടനും വരണം എന്ന് പറഞ്ഞ് മുയൽ ഒരു ബക്കറ്റിൽ ചാടിക്കയറി. ബക്കറ്റ് കിണറ്റിലേക്ക് താണു. മുയൽ പോയി സകലതും ഭക്ഷിച്ചാലോ എന്ന് കണ്ട് കുറുക്കൻ മറ്റേ ബക്കറ്റിൽ ചാടിക്കയറി. അത് ഭാരം കാരണം പെട്ടെന്ന് കിണറ്റിലേക്ക് താണ് വെള്ളത്തിൽ മുങ്ങി. കയറിൻ്റെ മറ്റേ അറ്റം മുകളിലേക്ക് ഉയർന്നു. സൂത്രശാലിയായ മുയൽ കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു.